To view this video in English, please click the link given above. 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. നമുക്കിന്ന് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന ചാപ്റ്റർ പഠിക്കാം. എല്ലാ ജീവജാലങ്ങൾക്കും ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ കാര്യമെടുത്താൽ ജനനം മുതൽ മരണം വരെയുള്ള സംഭവവികാസങ്ങളെയാണ് നമ്മുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അതൊരു ഓർഡറിലാണ് പോകുന്നത് അല്ലേ. ആദ്യം നമുക്ക് ഒരു ഇൻഫൻസി പീരീഡ് ഉണ്ട്, അതായത് ശൈശവം. അത് കഴിയുമ്പോൾ ഒരു ബാല്യകാലം വരുന്നു, പിന്നെ ഒരു കൗമാരം, അത് കഴിഞ്ഞ് യൗവനം, പിന്നെ വാർദ്ധക്യം. ആ ഒരു സ്റ്റേജിലാണ് പോകുന്നത്. പിന്നെ നാച്ചുറൽ ഡെത്ത് സംഭവിക്കുന്നു. അതുപോലെ തന്നെയാണ് ഒരു സെല്ലിൻ്റെ കാര്യത്തിലും. സെല്ലുകൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊരു സീക്വൻഷ്യൽ ആയിട്ടുള്ള ഈവൻറ്റ്സ് അല്ലെങ്കിൽ വളരെ കൃത്യമായ കണക്കുകൂട്ടലുകളോടെയുള്ള ചില ഘട്ടങ്ങൾ കടന്നിട്ടാണ് ഈ സെല്ല് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെൽ തിയറിയിൽ പഠിച്ചിട്ടുണ്ട്, ഒരു പുതിയ സെല്ല് ഉണ്ടാകുന്നത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ടാണ്. നിങ്ങളെല്ലാം ഇപ്പോൾ വളരുന്ന പ്രായമാണ്. അപ്പം നിങ്ങൾ വളരുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾ കുറച്ച് ഹൈറ്റ് വയ്ക്കുമ്പോൾ കുട്ടികൾ വളർന്നല്ലോ എന്ന് എല്ലാവരും പറയും അല്ലേ. അതെങ്ങനെയാണ് ഈ വളരുന്നത്? നിങ്ങൾ ഹൈറ്റ് വയ്ക്കുക എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ബോഡിയിൽ കൂടുതൽ സെൽസ് ആഡ് ചെയ്യല്ലേ. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? സെല്ല് ഡിവൈഡ് ചെയ്ത് തുടങ്ങി അല്ലേ. തുടങ്ങിയതല്ല, നമ്മൾ ജനിച്ചപ്പോഴത്തോട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സൈഗോട്ട് മുതൽ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയായത്. ഇനിയും നിങ്ങളുടെ ശരീരത്തിൽ സെൽസ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, കാരണം നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ ശരീരത്തിലൊക്കെ വരുമ്പോഴേക്കോ എനിക്കിപ്പോൾ ഡിവിഷൻ നടക്കുന്നുണ്ട്, പക്ഷേ അത് നിങ്ങളുടെ അത്ര ത്വരിതമല്ല. അതുകൂടാതെ എൻ്റെ ശരീരത്തിൽ റിപ്പയറിന്, അതായത് പഴയ സെൽസ് മാറ്റി പുതിയ സെല്ലിനെ ചേർക്കുന്ന റിപ്പയർ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാത്തിനും നമ്മുടെ ശരീരത്തിൽ നമ്മൾ സെൽ ഡിവിഷൻ വേണം. അപ്പോൾ എല്ലാ സെല്ലും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 പുതിയ സെല്ലായിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ആദ്യത്തെ സെല്ല് പുതിയ സെല്ലായിട്ട് മാറുന്നു. ഡിവൈഡ് ചെയ്യുന്നതിനെ നമ്മൾ മദർ സെൽ എന്നാണ് പറയുന്നത്. പുതുതായിട്ടുണ്ടാകുന്ന കോശങ്ങളാണ് ഡോട്ടർ സെൽസ്. ഇനി ചില ശരീരത്തിലെ ചില ഭാഗങ്ങൾ, അതായത് ഉള്ളി നമ്മുടെ റീപ്രൊഡക്റ്റീവ് സെൽസ്, അതായത് മെയിലിലാണെങ്കിൽ അല്ലെങ്കിൽ ആൺകുട്ടികളിലാണെങ്കിൽ അത് ടെസ്റ്റിസിലാണ്, പെൺകുട്ടികളിലാണെങ്കിൽ ഓവറിക്കകത്ത്. അഡോളസെന്റ് ടൈമിൽ, അതായത് പ്യൂബർട്ടി സ്റ്റേജ് എത്തുമ്പോഴേക്കും ഗാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. അപ്പോൾ അവിടെ മാത്രം നടക്കുന്ന ഒരു ഡിവിഷൻ അല്പം വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഡീൽ ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ നടക്കുന്നത്, അല്ലെങ്കിൽ മറ്റു ജീവികളുടെ ശരീരത്തിൽ എല്ലായിടത്തും സെല്ല് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അത് തന്നെയാണ് നമ്മൾ മൈറ്റോസിസ് എന്ന് പറയുന്നത്. ഇനി റീപ്രൊഡക്റ്റീവ് സെല്ലിൽ മാത്രം നടക്കുന്ന ആ ഒരു പ്രത്യേകതരം ഡിവിഷനെ പറയുന്ന പേരാണ് മെയോസിസ്. ആ മെയോസിസിനെ നമ്മൾ അടുത്ത ഒരു സെക്ഷനിൽ പഠിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ജനറലായിട്ട് സെൽ ഡിവിഷൻ എന്ന് പറയുമ്പോൾ മൈറ്റോട്ടിക് ഡിവിഷനാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഒരു സെൽ സൈക്കിളിൽ എന്തൊക്കെ വരാം? ഒരു സെല്ല് അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ സൈസ് എന്താകും? ചെറുതാകും. നിങ്ങൾക്കറിയാം, ഒരു മുട്ടായി നിങ്ങൾ 2ആയിട്ട് പകുത്ത് കഴിക്കുകയാണെങ്കിൽ ചെറിയ ഭാഗമല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ഒരിക്കലും ആ ഫുൾ സൈസ് ഉണ്ടാവോ? ഇല്ല. അപ്പോൾ ഇവിടെ അതുപോലെ ഒരു സെല്ല് ഡിവൈഡ് ചെയ്തു, അപ്പോൾ കിട്ടുന്ന 2 ചെറിയ സെൽസാണ് അല്ലേ. അവർക്ക് ഇനി വളർന്ന് വലുതായിട്ട് വേണം അടുത്ത ഡിവൈഡ് ചെയ്യാൻ. അപ്പോൾ ഈ ഡോട്ടർ സെൽസ് എന്താവണം? വളർന്നൊരു മദർ സെല്ലാവണം, എന്നിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഈ മദർ സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യാൻ ആദ്യം വളർച്ച വേണമെന്ന് നമ്മൾ കണ്ടു. ഇനി അത് കൂടാതെ വേറെ എന്തും കൂടി വേണം. അതിൻ്റെ കണ്ടന്റ് ഡബിൾ ആണ്. അതായത് നമ്മുടെ ഓരോ കോശത്തിലും എത്ര ക്രോമസോംസ് ഉണ്ട്? 46 അഥവാ 23 പെയേഴ്സ് ഓഫ് ക്രോമസോംസ് ആണ് ഉള്ളത്. അപ്പോൾ ഈ 23 ജോഡി ക്രോമസോമും പുതിയ സെല്ലിന് ആവശ്യമുണ്ട്. 46 ക്രോമസോംസ് ഉള്ള എൻ്റെ ഒരു കോശം വളരെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്താൽ ഓരോ ഡോട്ടർ സെൽസിലും എത്ര കിട്ടും? 23 അല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് കംപ്ലീറ്റ് ക്രോമസോംസ് ഉണ്ടോ? ഇല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഞാനിപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ നോട്ടുമായിട്ട് വരികയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നു, ടീച്ചർ അത് എനിക്ക് വേണം, നോട്ടൊന്ന് വേണം എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ, എൻ്റെ ഒരു കോപ്പി ഉണ്ട്, എടുത്തോളൂ, എനിക്ക് വേണ്ട. അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് തന്നു. ഇത് കണ്ട് മറ്റൊരു കുട്ടി, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടും കൂടെ ഓടി വന്നു, എന്നോട് പറഞ്ഞു, ടീച്ചർ എനിക്കും വേണം എൻ്റെ കോപ്പി എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ എൻ്റെ ഒരു കോപ്പിയല്ലേ ഉള്ളൂ, അത് ഞാൻ കൊടുത്തു. ഒരു കാര്യം ചെയ്യാം, ഇയാളുടെ കയ്യിൽ ഞാൻ ആ നോട്ട് തിരിച്ചു മേടിച്ചു. 4 പേജസ് ഉണ്ട്. ഞാൻ ഈക്വലായിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്തു. ഫസ്റ്റ് 2 പേജ് ഇയാൾക്ക് തന്നു, അടുത്ത 2 പേജ് ഇയാളുടെ ഫ്രണ്ടിനും കൊടുത്തു. സന്തോഷമായോ? ഇല്ല. കാരണം എന്താ? നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു ചാപ്റ്ററിന് എന്ന് പറഞ്ഞാൽ അപൂർണമാണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് മുഴുവൻ പഠിച്ചെടുക്കാൻ പറ്റില്ല. ഒരാൾക്ക് ആ തുടക്കഭാഗം കിട്ടി, ഒരാൾക്ക് ഒടുക്കഭാഗവും കിട്ടി. പക്ഷേ അതിനെന്താണ് നമുക്കൊരു പോം വഴി? നമ്മൾ ആ നോട്ടിനെ ഒരു കോപ്പി എടുത്തിട്ട് കൊടുത്താൽ ഒരാൾക്ക് 2 പേർക്കും ഒരേപോലത്തെ കോപ്പീസ് കിട്ടും. 4 പേജിൻ്റെ കോപ്പി 2 പേരുടെ കയ്യിലും കാണും. അത് തന്നെയാണ് നമ്മളിവിടെ സെല്ലിലും ചെയ്യുന്നത്. വെറുതെ സെല്ല് ഡിവൈഡ് ചെയ്താൽ ക്രോമസോം പകുതിയേ കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ സെല്ല് ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സും കൂടെ നടത്തണം. അതായത് ഈ ക്രോമസോമിനെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഒരു
എക്സ്ട്രാ കോപ്പി ഉണ്ടാക്കണം. അതായത് DNA കണ്ടന്റ് ഡബിൾ ആക്കണം. നമ്മളിപ്പോൾ ഫോട്ടോ കോപ്പി എടുത്ത് കണ്ടന്റ് ഡബിൾ ആക്കുക, ഓരോ പേജിനും ഒരു ഡ്യൂപ്ലിക്കേറ്റും കൂടെ വന്നു അല്ലേ, എന്നിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈക്വൽ കിട്ടും. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് DNA റെപ്ലിക്കേഷൻ. പിന്നെ സെല്ല് വളരുകയും ചെയ്യണം. ഞാൻ പറഞ്ഞു ഈ ചെറിയ സെല്ല് വളർന്നു വേണം മദർ സെല്ലാകാൻ. അപ്പോൾ ഇതെല്ലാം വളരെ കോർഡിനേറ്റഡ് ആയിട്ട് കൺട്രോൾഡ് ആയിട്ട് വൺ ആഫ്റ്റർ ദി അതർ നടന്നു പോയാൽ മാത്രമേ ശരിയായ രീതിയിലൊരു സെല്ല് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ എല്ലാ പ്രോസസ്സിനെയും കൂടെ പറയുന്ന പേരാണ് എന്ത്? സെൽ സൈക്കിൾ. സെൽ സൈക്കിൾ മീൻസ് ദ സീക്വൻസ് ഓഫ് ഈവൻറ്റ്സ്, അതായത് ഒരു ഘട്ടം ഘട്ടമായി നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾ, ഇൻക്ലൂഡിങ് എന്തൊക്കെയാ? ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ജീനോം. ജീനോം തന്നെ നമ്മുടെ എൻറ്റയർ DNA കണ്ടന്റ്, അതിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? വേറൊന്നുമല്ല, DNA റെപ്ലിക്കേഷൻ. പിന്നെ ഗ്രോത്ത് ഓഫ് ദ സെൽ ആൻഡ് അൾട്ടിമേറ്റ്ലി ഇറ്റ് ഡിവൈഡ്സ് ഇൻ ടു ഡോട്ടർ സെൽസ്. അപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സപ്പോസ് ഇതൊരു DNA കണ്ടന്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അത് ഒരു സ്ട്രാൻഡും കൂടി ഉണ്ടാക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇരുന്ന ഒരു ക്രോമസോം ഇപ്പം എങ്ങനെയായി? ഒരു ആം കൂടി വന്നു. പക്ഷെ നമ്പർ ചേഞ്ച് ആയോ? ഇല്ല. അതായത് ഇപ്പോൾ ഇതൊരു ക്രോമസോമാണെന്ന് വിചാരിക്കുക, ഇതും ഒരു ക്രോമസോമാണ്. 2 ക്രോമസോം എൻ്റെ കയ്യിലുണ്ട്. ഇതും കണ്ടന്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, ഇതും കണ്ടന്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. പക്ഷേ ഇപ്പോഴും എൻ്റെ കയ്യിൽ എത്ര ക്രോമസോമേ ഉള്ളൂ? 2 ഉള്ളൂ. കാരണം ഇതിനെ ഞാൻ കണ്ടന്റ് ഡബിളായി എന്ന് പറയുന്നുള്ളൂ, ക്രോമസോമിൻ്റെ നമ്പർ മാറി എന്ന് പറയുന്നില്ല. കാരണം ഇവിടെ ആകെ ഒരു സ്ട്രാൻഡ് ഉണ്ടായത്, ഇപ്പോൾ 2 ആംസ് ഉണ്ടായെങ്കിലും ക്രോമസോം ഒന്നാണെന്നാണ് കരുതുന്നത്. അപ്പോൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക, DNA റെപ്ലിക്കേഷൻ്റെ സമയത്ത് ഡബിൾ ദ കണ്ടന്റ് ഓഫ് ദ DNA, പക്ഷേ ഒരിക്കലും ക്രോമസോമിൻ്റെ എണ്ണം കൂടുന്നില്ല. അങ്ങനെ എപ്പോഴും ഓർത്ത് വെച്ചേക്കാം. ഇനി ഈ സെൽ സൈക്കിൾ, അതായത് സെല്ല് ഡിവൈഡ് ചെയ്ത് ചെറിയ സെല്ല് അത് വളരുന്നു, DNA കണ്ടന്റ് ഡബിൾ ആകുന്നു, പിന്നെ വളർന്നിട്ട് പിന്നെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഫുൾ സെൽ സൈക്കിളിന് എടുക്കുന്ന സമയം പല സെല്ലിലും പലതരത്തിലാണ്. ഒരു മനുഷ്യകോശത്തിന് 24 മണിക്കൂർ സമയമാണ് വേണ്ടത്. അതേസമയം ഒരു ഈസ്റ്റ്, നമുക്കറിയാം ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഏകകോശ ഫംഗസ് ആണ്, അതിന് വേണ്ടത് വെറും 90 മിനിറ്റ് ആണ്. അതായത് 1.5 മണിക്കൂർ കൊണ്ട് ഡിവിഷൻ കഴിയും. അതേസമയം ഹ്യൂമൻ സെല്ലിനാണെങ്കിലും 24 മണിക്കൂറും വേണം. ഇനി എന്തൊക്കെയാണ് ഇതിലെ സ്റ്റേജസ്? നമുക്കിതിനെ 2 ആയിട്ട് തരംതിരിക്കാം, ഇന്റർഫേസും എം ഫേസും. എം ഫേസ് എന്ന് പറഞ്ഞാൽ മൈറ്റോട്ടിക് ഫേസ്, അതാണ് ആക്ച്വൽ ഈ ഡിവിഷൻ മാത്രമാണ് നമ്മൾ എം ഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മറ്റേ ഫേസായ ഇന്റർഫേസിൽ ഈ ഡിവിഷന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. അപ്പോൾ ഇന്റർഫേസിൻ്റെ മറ്റൊരു പേരാണ് റെസ്റ്റിംഗ് ഫേസ്. റെസ്റ്റിംഗ് ഫേസ് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എടുക്കുന്ന സെല്ല്. എന്തുകൊണ്ട് നമ്മൾ അതിനെ വിശ്രമിക്കുന്നു എന്ന് പറയുന്നു? കാരണം അത് ഡിവൈഡ് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ അത് വിശ്രമിക്കുകയല്ലേ. പക്ഷേ ഇത് ശരിക്കും തികച്ചും ഒരു തെറ്റായ ഒരു പേരാണെന്ന് നമുക്ക് പറയാം. കാരണം ഇത് നമ്മൾ വിശ്രമം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കണോ സെല്ല് ചുമ്മാ ഇരിക്കുന്നു എന്നല്ലേ? പക്ഷേ സെല്ല് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന സമയം അതാണ്. കാരണം ഡിവിഷന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും നടക്കണ്ടേ, അതെല്ലാം കൂടി ചേരുന്നതാണ് നമ്മുടെ ഇന്റർഫേസ്. വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഫേസാണ്. ഇനി എത്ര സമയം എടുക്കുന്നു ഇതിന് ഈ പ്രിപ്പറേഷന്? 95% സമയവും പ്രിപ്പറേഷനാണ് എടുക്കുന്നത്. ലാസ്റ്റ് ഒരു 5% ടൈം മാത്രം മതി ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് വരാനായിട്ട്. അതായത് നമ്മുടെ ഹ്യൂമൻ കോശം എടുത്തു കഴിഞ്ഞാൽ 24 മണിക്കൂർ, മേ ബി 23 മണിക്കൂറോളം ഇതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എടുക്കും. അവസാനത്തെ 1 മണിക്കൂർ കൊണ്ട് സെല്ലങ്ങ് ഡിവൈഡ് ചെയ്ത് 2 ആവുകയും ചെയ്യും. അപ്പോൾ പ്രിപ്പറേഷനാണ് കൂടുതൽ സമയം എടുക്കുന്നത്. നിങ്ങൾ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോട് ചോദിച്ചാൽ മനസ്സിലാകും. അവർക്ക് കുക്കിംഗ് ടൈം വളരെ ഈസിയാണ്. അതായത് നമ്മൾ ഈ കുക്കറി ഷോ ഒക്കെ കാണുമ്പോൾ ഒരു ഡിഷ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമായിട്ട് തോന്നും. കാരണം എന്താ? അവർ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അവർ ജസ്റ്റ് പാത്രം ചൂടാക്കുന്നു, ഓരോ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുക്കുന്നു. ഉള്ളി കുക്കിംഗ് ടൈം അത് 10 മിനിറ്റ് മുതൽ 15 മിനിറ്റിനകം തീരുന്ന ഒരു കുക്കിംഗ് ടൈമേ അവിടെ ആവശ്യമുള്ളൂ. പക്ഷേ ഈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കുന്ന ആ പ്രിപ്പറേറ്ററി ടൈമാണ് നമുക്ക് കൂടുതൽ സമയം എടുക്കുന്നത്. വെജിറ്റബിൾസ് ഒക്കെ എടുക്കണം, അല്ലെങ്കിൽ അതെല്ലാം ചോപ്പ് ചെയ്യണം, അരിയണം, അതൊക്കെ റെഡിയാക്കി വെക്കുന്ന ആ ഒരു പ്രക്രിയയാണ് കൂടുതൽ സമയം എടുക്കുന്നത്. അപ്പോൾ സെല്ലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ലെസൺ വീഡിയോസ് കാണുമ്പോൾ ഉപകാരപ്രദമാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ കൂടുതൽ ഓഡിയൻസിലോട്ട് റീച്ച് ചെയ്യാൻ എനിക്ക് കഴിയും. നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.